കുറിച്ചിട്ടുള്ളത്. കാരണം ഈ ബിസിനസ്സിനകത്ത് കഴിഞ്ഞൊരു 6-6.5 വർഷം മുൻപ് അല്ലെങ്കിൽ 7 വർഷത്തിനടുത്തായി ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത്, ആയിഷ മേഡം വരുന്ന സമയത്ത് ഒരു സാധാരണ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും യാതനകളും ഒക്കെ ജീവിതത്തിൻ്റെ അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉള്ള ഒരു സമയത്താണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ആയിഷ മേഡം വരുന്നത്. എനിക്കറിയാം, ഞാനാണ് ആയിഷ മേഡത്തെ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പച്ചയായിട്ട് അറിയാൻ പറ്റും കാര്യങ്ങൾ. അങ്ങനെ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ തുടങ്ങാൻ പണമില്ലാത്ത സാഹചര്യത്തിലാണ് ആയിഷ മേഡം വരുന്നത്. പലപ്പോഴും ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്ന ആളുകൾ, ബിസിനസ് അർത്ഥം കേൾക്കുന്ന ആളുകൾ ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഇപ്പോൾ തുടങ്ങാൻ പൈസ ഇല്ല എന്നുള്ളതാണ്. ശരിക്കും അത് ഇപ്പോൾ തുടങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഇപ്പോൾ തന്നെയാണ് ഈ സംരംഭം തുടങ്ങേണ്ടത്. പണമുണ്ടെങ്കിൽ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ ബിസിനസ് തുടങ്ങാൻ പൈസ ഇല്ലാത്ത സമയത്ത് കയ്യിലെ ആകെ ശരീരത്തിന് ഉള്ള സ്വർണ്ണം എന്ന് പറഞ്ഞാൽ വള മാത്രമേ ഉള്ളൂ എന്നോട് പറഞ്ഞ്. ആ വള വിറ്റിട്ടാണ് ഈ ഒരു ബിസിനസ് ആയിഷ മേഡം തുടങ്ങുന്നത്. ഇന്ന് ഈ പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും എടുത്ത് നോക്കിയാൽ 100% സിസ്റ്റം സക്സസ്ഫുള്ളി ഗ്ലോബൽ നമ്മുടെ സിസ്റ്റത്തെ മുറുകെ പിടിച്ച് ശക്തമായിട്ട് ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് കേട്ട് സിസ്റ്റത്തിനകത്ത് നിന്ന് രാവെന്നോ പകലെന്നോ നോക്കാതെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന ഈ ഒരു ലക്ഷക്കണക്കിന് വില വരുന്ന ഈ ഒരു കാര്യം. ഇവിടെ നമുക്ക് ഇന്ന് എപ്പോഴും പറയും വീട്ടമ്മമാർക്കോ സ്ത്രീകൾക്കോ ഡയറക്റ്റ് സെല്ലിംഗ് റോൾ മോഡൽ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്ന എല്ലാവർക്കും ഒരു റോൾ മോഡലാണ് ഇന്ന് നമ്മുടെ ആയിഷ മേഡം. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ആയിഷ മേഡം എൻ്റെ ടീമിനകത്ത് വന്നതിനകത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു, ഞാൻ സന്തോഷിക്കുന്നു. നമുക്കറിയില്ലേ, അത് മറ്റേതെങ്കിലും ടീമിലാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ക്ലിയർ? അപ്പം ആയതുകൊണ്ട് അതിനകത്ത് ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. ഇനിയും ഒരുപാട് വലിയ ഉയരങ്ങൾ ആയിഷ മേഡം താണ്ടിട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആയിഷ മേഡത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഒന്നും നിങ്ങളോട് അധികമൊന്നും ഷെയർ ചെയ്തിട്ടില്ല. ഇന്ന് ഈ കാണുന്ന സിബിയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മറ്റൊരു ഷിബു എവിടെ അവിടെ ഇവരും അതുപോലെ തന്നെ മോളെവിടെ സിബിയൊക്കെ എനിക്കറിയാം. വാടക ക്വാർട്ടേഴ്സിൽ നിൽക്കുന്ന സമയത്ത് ആരുമില്ല. ആയിഷ മേഡം വർക്കിന് പോയിട്ട്, എനിക്കതൊക്കെ സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. ആയിഷ മേഡം വർക്കിന് പോയിട്ട് വരുമ്പോൾ രാത്രിയാവും, ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ വാടക ക്വാർട്ടേഴ്സിൽ ആ റൂമിൻ്റെ പുറത്ത് ചില ചാവി ആയിഷ മേഡത്തിൻ്റെ ആവും. റൂമിൻ്റെ പുറത്ത് തളർന്ന് കരഞ്ഞുറങ്ങിയിട്ടുള്ള മക്കളാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ടാൾക്കാർ. ഈ ഒരു വിജയത്തിന് ഇവർ കൊടുത്തത് ഉമ്മാന്റെ സ്നേഹം ഇവർക്ക് എന്ത് ചെയ്തില്ല, കുറെ കാലം ഇവർ കിട്ടിയിട്ടില്ല. ഇവര് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരും കൂടി ത്യാഗം സഹിച്ചിട്ടാണ് സത്യത്തിൽ എന്ത് ചെയ്യണത് ആയിഷ മേഡം ഈ ഒരു അച്ചീവർ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാട്. ഇനി അതൊന്നുമല്ല, ഇവർക്ക് ഫീസ് അടയ്ക്കാന് അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒക്കെ ആ സമയത്ത് കമ്പനിന്റെ ട്രെയിനിങ് വന്നാൽ അതല്ല പ്രാധാന്യം, ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ് കടം വാങ്ങി ട്രെയിനിങ് വന്ന ആളാ ഈ ആയിഷ മേഡം. മനസ്സിലാക്കുക. അപ്പൊ അത്രയേറെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞാൻ നിങ്ങൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഈസി വേല കിട്ടുന്ന കാര്യമല്ല. അതിന് കുറച്ച് ഹാർഡ് വർക്കും കഷ്ടപ്പാടുകളും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അത് സഹിക്കുമ്പോൾ മാത്രമേ എന്തുള്ളൂ സക്സസ്, ജീവിതത്തിൽ സക്സസ് എന്നുള്ള സാധനം കിട്ടുള്ളൂ. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് ജീവിതത്തിലൂടെ പറഞ്ഞു തന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് ആയിഷ മാഡം. ക്ലിയർ? അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമുക്ക് ഈ ഇൻഡസ്ട്രി, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി നമുക്ക് കിട്ടിയത് നമ്മൾ സർവേസോടെ എന്ത് ചെയ്യുന്നത്, എല്ലാ ദിവസവും നന്ദി പറയണം. ഗ്രാറ്റിറ്റ്യൂഡിലാണ്, നന്ദി പറയണം. ഇനി ശക്തമായിട്ട് വർക്ക് ചെയ്യുക. ആയിഷ മാഡത്തിന് ഈ ഒരു കാറിൽ ഒതുങ്ങുന്നതല്ല ആയിഷ മാഡത്തിൻ്റെ പവറും കപ്പാസിറ്റിയും ഒക്കെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകൾ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ആയിഷ മാഡത്തിന് ബെൻസും BMW അതുപോലെ തന്നെ 5000 ഒക്കെ ഉണ്ടാവട്ടെ. അതിലേക്ക് എന്ത് ചെയ്യാണ്, അത് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം ഒന്നും നോക്കാതെ, ആരുണ്ടോ അല്ലേ നോക്കാതെ, രാവെന്നോ പകലെന്നോ വ്യത്യാസങ്ങളുടെ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ അതിന് തെളിവാണ്. ഇപ്പൊ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ എല്ലാവർക്കും അറിയാം. എസ്പെഷ്യലി ഇപ്പൊ മേലാറ്റൂരിൽ ടീമിനോട് ചോദിച്ചാൽ മതി. രാത്രി 2 മണിക്കും 1 മണിക്കും എത്ര മണിക്കൊക്കെ ഇവർക്കൊക്കെ ചോദിച്ചാൽ മതി അല്ലേ. അവിടുന്ന് പോരുന്ന എത്ര മണിക്കാ? 1 മണി, 12, 1 മണി അല്ല, ഈ സമയത്തൊക്കെയാണ് ഒറ്റയ്ക്ക് പിന്നെ അവിടുന്ന് കാർ ഓടിച്ച് ആയിഷ മേഡം വരിക വീട്ടിലേക്ക്. മനസ്സിലായോ? അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണിത്. എനിവേ വലിയ വിജയങ്ങളും വലിയ ഉയരങ്ങളിലും എത്തട്ടെ. ഏതാനും ദിവസങ്ങൾ കൊണ്ട് അടുത്ത റാങ്ക് NTC കൂടി അടിക്കാൻ പോകണം. അതുകൊണ്ട് ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. ഒരുപാട് സന്തോഷം. നമ്മളെ ചിന്ത എത്രയേ ഉള്ളൂ, നമ്മളെ കൂടെ ആത്മാർത്ഥമായിട്ട് ആരൊക്കെ നിൽക്കുന്നോ അവരൊക്കെ ജീവിതത്തിനകത്ത് ഞാൻ ഇതിനകത്തുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തിയിരിക്കും.
ഇതിനകത്തുണ്ടെങ്കിൽ ഇതിനകത്തേ ഉള്ളൂ, വേറെ ഒന്നിനും ഇല്ല. പക്ഷേ ഞാൻ പറയാം, നമ്മളെ കൂടെ സീരിയസ് ആയിട്ട് നിൽക്കുക, സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കുക, എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ചാവിയെല്ലാം കൊടുത്താൽ ഒന്നും കൂടി എൻ്റെ ഫാമിലിയുടെ എല്ലാവരുടെയും എന്ത് ചെയ്യാണ് സപ്പോർട്ടും അനുഗ്രഹത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യാണ്. ആയിഷാമ്മയുടെ ശരിക്കും നമ്മളൊരു ഫാമിലി മെമ്പർ തന്നെയാണ്. ഇത് വീട്ടിൽ ഞാൻ സംസാരിക്കുന്നതിനകത്ത് പലപ്പോഴും അശ്വിനെ എന്ത് ചെയ്യാണ്, ഞാൻ പറയുന്നതിനകത്ത് അധികം പറയുന്ന പേരാണ് എന്ത് ചെയ്യണം, ആയിഷ മേഡം എന്ന് പറയും, എല്ലാവരും പറയുന്നു. ഓക്കെ, എനിവേ ഒരുപാട് വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഈ ഒരു കുടുംബം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഒരുപാട് ആളുകൾ പ്രചോദനമാവുന്ന രീതിയിൽ വലിയ രീതിയിൽ വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് ആയിഷ മേഡത്തിന്റെ ഫാമിലിക്കും. Okay, all the best.